Hello everyone. We continue our discussion on the applications of Newton's law. So far we have discussed some of the examples and explained the force diagram for each of them. Here also I will be taking two examples. One is block and wedge with friction and another one is a spring and block arrangement. So let us start with the block and wedge with friction. So now here example നമ്മൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സെക്ഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ട്, അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിൽക്കുന്ന, അതായത് ഈ ആംഗിൾ തീറ്റ ആയിരുന്നു. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് ഈസ് ഹാവിങ് മാസ് എം ആൻഡ് ദിസ് ബ്ലോക്ക് ഇറ്റ് സെൽഫ് ഈസ് ആക്സിലറേറ്റിംഗ് ആൻഡ് ദിസ് ഈസ് സ്ലൈഡിങ് ഡൗൺ. അത് താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം ഏതാണ്, അതുപോലെ തന്നെ വെഡ്ജിൻ്റെയും ബ്ലോക്കിൻ്റെയും ആക്സലറേഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ വി ഹാവ് എക്സ്പ്ലെയിൻ ദിസ് ഇൻ ഡീറ്റെയിൽ ആൻഡ് വി ഹാവ് ടേക്കൺ, നമ്മളെടുത്തത് ഒരു ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്തു ഫസ്റ്റ്. സോ ദിസ് ഈസ് ദ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് ദിസ് ഈസ് അറ്റ് റെസ്റ്റ്. നമ്മളെടുത്തിരിക്കുന്നത് ഇതൊരു വോളാണ് എടുത്തിരിക്കുന്നത്, ഇത് സർഫസ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഇമാജിൻ ഇവിടെ ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു കേസിൽ വെഡ്ജ് മൂവ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ബ്ലോക്ക് സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയുടെ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. സോ ഇതിൻ്റെ ജോമെട്രിയിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇത് രണ്ട് പ്രാവശ്യം ടൈം ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആക്സിലറേഷൻ, ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ, വെഡ്ജിൻ്റെ ആക്സിലറേഷനാണ് ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട്, അതുപോലെ ബ്ലോക്കിൻ്റെ ആക്സിലറേഷനാണ് സ്മോൾ എക്സ് ഡബിൾ ഡോട്ട്. ഇവ തമ്മിലുള്ളൊരു റിലേഷൻ ഇൻ ടേംസ് ഓഫ് ദ വെഡ്ജ് ആംഗിൾ കിട്ടും. അതുപോലെ തന്നെ വേരിയേഷൻ ഇൻ ദ ഹൈറ്റ് ഓഫ് വൈ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഇൻ ദ ഹൈറ്റ് ഓഫ് ബ്ലോക്കാണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഹിയർ വി ഡിസ്കസ് എ ബ്ലോക്ക് ആൻഡ് വെഡ്ജ് അറേഞ്ച്മെൻറ്റ് കൺസിഡറിങ് ദ ഫ്രിക്ഷൻ ഓഫ് ദ ബ്ലോക്ക് വിത്ത് ദി സർഫസ് ഓഫ് ദി വെഡ്ജ്. അതായത് ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്കിലാണ് വെച്ചിരിക്കുന്നത്. സോ വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, നൗ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ വെഡ്ജ് ആംഗിൾ കൂട്ടുന്നതിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇത് സ്ലൈഡ് ഡൗൺ ചെയ്ത് താഴോട്ട് വരും. അപ്പോൾ ആ സ്ലൈഡ് ഡൗൺ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, അതായത് ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരാൻ തുടങ്ങുന്ന ആംഗിൾ, അതായത് സപ്പോസ് ബ്ലോക്ക് ഫ്ലാറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കാം, അതായത് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ബ്ലോക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരുന്നില്ല. എന്നാൽ ഈ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, സപ്പോസ് ഈ ഒരു ആംഗിളിൽ വെച്ചു, അപ്പോഴും ബ്ലോക്ക് താഴോട്ട് വരുന്നില്ല. ഇനി ഇങ്ങനെ കൂട്ടി ഈ ഒരു ആംഗിൾ കൂട്ടി ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുന്ന സമയത്ത് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ബ്ലോക്ക് താഴോട്ട് സ്ലൈഡ് ചെയ്യും. ആ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. എ ബ്ലോക്ക് ഓഫ് മാസ് എം, സോ ബ്ലോക്കിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണ്, ഈസ് റെസ്റ്റ് ഓൺ എ ഫിക്സഡ് വെഡ്ജ് ഓഫ് ആംഗിൾ തീറ്റ. ആംഗിൾ വെഡ്ജ് ആംഗിൾ തീറ്റയാണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് മ്യൂ. ദ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് സ്ലൈഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സർഫസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ക്യാപിറ്റൽ എൻ, വേർ എൻ ഈസ് ദ നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നോർമൽ ഫോഴ്സ്. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, മ്യൂ ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. അപ്പം അത് വുഡൻ ബ്ലോക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ coefficient of friction is around 0.2 to 0.5 ഒക്കെയാണ്. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ അറ്റ് വിച്ച് ദ ബ്ലോക്ക് സ്റ്റാർട്ട്സ് ടു സ്ലൈഡ്. ഏതൊരു ആംഗിളിൽ ഈ വെഡ്ജ് ആംഗിൾ മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് ആംഗിളിൽ വെച്ചാലാണ് ഇവിടെ അറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലോക്ക് സ്ലൈഡ് ചെയ്തിട്ട് താഴോട്ട് വരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ പ്ലെയിനിന് പാരലായിട്ടുള്ള കോർഡിനേറ്റാണ് എക്സ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോർഡിനേറ്റാണ് വൈ. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ നൗ ഈ ബ്ലോക്കിൽ അനുഭവപ്പെടുന്ന ബ്ലോക്കിൻ്റെ ഫോഴ്സ് ഡയഗ്രം എന്ന് വരയ്ക്കാം. അപ്പോൾ ബ്ലോക്കിന് ഒരു വെയിറ്റ് ഉണ്ട്, വെയിറ്റ് നേരെ കുത്തനെ താഴോട്ടായിരിക്കും. അത് നമ്മൾ W എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു. അത് W വിൽ ബി ഈക്വൽ ടു
m into mass of the block into acceleration due to gravity. ഓക്കെ, ഇനി ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിനൊരു നോർമൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദർ വിൽ ബി എ നോർമൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഓൾവേസ് ബ്ലോക്ക് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ പ്ലെയിനിന്, ഈ വെഡ്ജിൻ്റെ ഈ പ്ലെയിനിന് പാരലായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതണമെങ്കിൽ അതിന് നമ്മൾ റിസോൾവ് ചെയ്യണം. അതായത് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും പാരലൽ കമ്പോണൻറ്റും ആയിട്ട് റിസോൾവ് ചെയ്യണം. ഇപ്പോൾ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പോണൻറ്റ്, പാരലൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സർഫസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണൻറ്റ്. ഓക്കെ, സോ ഹൗ ഡു വി ഡു ദിസ്? നോർമൽ കമ്പോണൻ്റ് അറിയാം, ഇത് ഓൾവേസ് സർഫസിന് നോർമലാണ്, അതിന് റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു ഡൗൺവേർഡ്, കുത്തനെ ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട്. അത് ബ്ലോക്കിൻ്റെ വെയിറ്റ് കാരണമാണ്. അപ്പം അതിന് നമുക്ക് നോർമൽ കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ ഒരു കമ്പോണൻറ്റും ഈ ഒരു കമ്പോണൻ്റായിട്ട്, അതായത് നോർമൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടും പാരലൽ ആയിട്ടുള്ള കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? സോ ഈ ഞാനിവിടെ ഒന്ന് വരയ്ക്കാം. സോ യു ഹാവ് എ W വെയിറ്റ് ഹിയർ. അപ്പം വെഡ്ജ് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ലൈനിന്, സോ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണിത്. അതുപോലെ തന്നെ ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ് ഇത്. സോ ഈ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വെഡ്ജ് ആംഗിൾ. ഓക്കെ, so wedge angle is same as the angle between the normal and the direction of weight. Okay, so this is angle theta and this will be the perpendicular component. So this will be perpendicular component. adine ingane oru component kodukka, that will be the parallel component of W, perpendicular component of W. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്കിവിടെ ഒരു പെർപെൻഡിക്കുലർ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ഇത്. ആ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് വിൽ ബി ഹാവിങ് W സൈൻ തീറ്റ കമ്പോണൻറ്റ് അല്ലേ. അപ്പം ഈ ഒരു പെർപെൻഡിക്കുലർ, അതായത് ഈ ഒരു കമ്പോണൻറ്റ് W സൈൻ തീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ ദർ വിൽ ബി ആൻ അഡ്ജസൻറ്റ് സൈഡ്, അവിടെ നമുക്ക് W കോസ് തീറ്റ കമ്പോണൻ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, so that we can write down here. So this will be W cos theta and there will be W sin theta in this direction. Okay, fine. Now അപ്പോൾ ഇനി കമ്പോണൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദർ വിൽ ബി അപ്വേർഡ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ നോർമൽ കമ്പോണൻറ്റ് അപ്വേർഡ് ഉണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ W കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ W കോസ് തീറ്റ, അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് വൈ ഡയറക്ഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതാം? ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എഴുതാം W കോസ് തീറ്റ, സോറി W കോസ് തീറ്റ ഡൗൺവേർഡ് ആണ്, അത് മൈനസ് ആണ്. N മൈനസ് W കോസ് തീറ്റ ഈക്വൽ ടു വൈ ഡയറക്ഷനിലുള്ള ബ്ലോക്കിൻ്റെ മാസ്, അതിൻ്റെ ആക്സിലറേഷൻ y ഡബിൾ ഡോട്ട്. ഓക്കെ, സോ N മൈനസ് W കോസ് തീറ്റ ഈക്വൽ ടു My ഡബിൾ ഡോട്ട് എന്ന് വൈ ഡയറക്ഷനിൽ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടും. ഇനി എക്സ് ഡയറക്ഷനിലെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഒന്ന് റൈറ്റ് സൈഡിലേക്ക് W സൈൻ തീറ്റ ഉണ്ട്, സോ W സൈൻ തീറ്റ. ലെഫ്റ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, സോ മൈനസ് എഫ് ഇസ് ഈക്വൽ ടു ദ ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ ടൈംസ് ഇൻറ്റു മാസ് ആയിരിക്കും. അപ്പോൾ മാസ് എക്സ് ആണ്, സോറി സ്മോൾ എം ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ ഡോട്ടാണ്. ഓക്കെ, സോ വിൽ ഗെറ്റ് ദീസ് ടു ഇക്വേഷൻസ് ഓഫ് മോഷൻ. നൗ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് സ്ലൈഡിങ്ങിന് തൊട്ട് മുന്നേ ഫ്രിക്ഷൻ മാക്സിമം ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എഫിന് മ്യൂ ടൈംസ്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ ഫോഴ്സ് എന്ന് കൊടുക്കാം. ആ സമയത്ത് ആക്സിലറേഷൻ 0 ആണ്, എക്സ് ഡബിൾ ഡോട്ട് 0 ആണ്. അപ്പം ഈ ഒരു ടേം 0 ആയിട്ട് എഴുതാം. ഓക്കെ, ആ ഒരു ടേം 0 ആകുമ്പോൾ W സൈൻ തീറ്റ മാക്സിമം, അതായത് ആക്സിലറേഷൻ, അതായത് സ്ലൈഡിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മാക്സിമം ആംഗിളാണ്. ഓക്കെ,
സ്ലൈഡ് ചെയ്യാണ്ട് പിടിച്ച് നിൽക്കുന്ന മാക്സിമം ആംഗിളാണ്. ഈ ആംഗിളിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരും. ഓക്കെ, സോ നമുക്ക് ഡബ്ല്യു സൈൻ തീറ്റ മാക്സിന് കൊടുത്തു. ആ മാക്സിമം ആംഗിളിന് തീറ്റ മാക്സ് കൊടുത്തു. മൈനസ് എഫിന് പകരം മ്യൂ എൻ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ആ മ്യൂ എന്നിന് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. നൗ വി ക്യാൻ ഓൾസോ കമ്പയർ. അപ്പോൾ ആ മാക്സിമം സ്ലൈഡിങ് നടക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ എന്ത് പറ്റും? ആ ഇക്വേഷന് അഗെയിൻ y ഡബിൾ ഡോട്ട് 0 ആവും. സോ യു ക്യാൻ റൈറ്റ് ഓൺ ഡബ്ല്യു കോസ് തീറ്റ മാക്സ് ഈക്വൽ ടു എൻ എഴുതാം. ഓക്കെ, സോ ഇതിൽ നിന്നും നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് ഇതിന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? യു വിൽ ഗെറ്റ് ടാൻ തീറ്റ മാക്സ്. റൈറ്റ് സൈഡിൽ യു വിൽ ഗെറ്റ് മ്യൂ എൻ ഡിവൈഡ് ബൈ എൻ. എൻ വിൽ ബി ക്യാൻസലിങ് ഈച്ച് അതർ. സോ യു വിൽ ഗെറ്റ് മ്യൂ ആസ് എ ടാൻ തീറ്റ മാക്സ്. സോ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് it is the tangent of the maximum wedge angle with which the block is not sliding down. Okay, സ്ലൈഡ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ട മാക്സിമം ആംഗിളാണ്. ഇതിൻ്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരും. സോ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വെഡ്ജ് ആംഗിൾ ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ഫ്രം 0. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഗ്രോസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഫ്രം 0 ടു മാക്സിമം വാല്യൂ. അപ്പം ആംഗിൾ കൂട്ടുന്തോറും നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എൻ ആണ്. സിൻസ് ബിഫോർ ദ ബ്ലോക്ക് ബിഗിൻസ് ടു സ്ലൈഡ് വി ഹാവ് എഫ് ഇസ് ഇക്വൽ ടു, സോ ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് എന്തുണ്ട്? എഫ് ഇസ് ഇക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ ആണ്. അവിടെ ആക്സിലറേഷൻ 0 ആണ്. സ്ലൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തീറ്റ എന്നുള്ളത് എപ്പോഴും തീറ്റ മാക്സിന് താഴെ ആയിരിക്കും. ഓക്കെ, സ്ലൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ. അതിലും ആംഗിൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബ്ലോക്ക് സ്റ്റാർട്ട്സ് ടു സ്ലൈഡ് ടുവേർഡ്സ് ദ ബോട്ടം. ഇതിനെക്കാട്ടിലും വെഡ്ജ് ആംഗിൾ കൂട്ടുന്ന സമയത്ത് ബ്ലോക്ക് താഴോട്ട് സ്ലൈഡ് ചെയ്ത് താഴെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ മാക്സിമം ആംഗിൾ വിത്ത് വിച്ച് this is the maximum angle with which the block can withstand without sliding. Okay. ഇനി അടുത്തതായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പ്രിങ് ആൻഡ് ബ്ലോക്ക് അറേഞ്ച്മെൻ്റ് ആണ്. സ്പ്രിങ് ആൻഡ് ബ്ലോക്ക് അറേഞ്ച്മെൻറ്റിൽ അതിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ദ ഇക്വേഷൻസ് ഓഫ് SHM. SHM നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഒന്ന് പോയി നോക്കാം. സോ ഇറ്റ് സേസ് it's a to and fro motion basically, in which the acceleration is proportional to acceleration. Suppose x ആണ് displacement എങ്കിൽ acceleration is proportional to the displacement from the mean position. Okay, അപ്പോൾ നമുക്കൊരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ x = 0. അവിടെ നിന്ന് ഇങ്ങോട്ട് ടു ആൻഡ് ഫ്രോ ഓസിലേറ്റ് ചെയ്യും. ആ സമയത്ത് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് x ഡബിൾ ഡോട്ട് ആണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x. അതായത് ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ മെയിൻ പൊസിഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ നൗ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സ്പ്രിങ് ആൻഡ് ബ്ലോക്ക് അറേഞ്ച്മെൻ്റ് ആണ്. സോ യു ഹാവ് എ സ്പ്രിങ് which is attached to a fixed wall, and there is a block of mass m which is attached at the end of the spring. ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സ്ലൈഡിങ് ഓൺ എ ഫ്രിക്ഷൻലെസ് ടേബിൾ. ഓക്കെ, ഈ ഒരു ടേബിളിൻ്റെ അവിടെ ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് പുൾ ചെയ്ത് ഒരു ഫോഴ്സ് കൊടുത്ത് പുൾ ചെയ്ത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷൻ എന്താണെന്നറിയാം. സോ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണെന്ന് വയ്ക്കാം. നമ്മൾ പുൾ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം പൊസിഷൻ, അതിന് x = 0 എന്ന് പറയാം. 0 എന്നുള്ള പൊസിഷനാണ്. ഓക്കെ, പുൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ദ ബ്ലോക്ക് സ്റ്റാർട്ട് ടു ഓസിലേറ്റ്. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ആ ഓസിലേറ്റ് ചെയ്യുന്ന ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്ന കോർഡിനേറ്റ് ആണ് x എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പുൾ ചെയ്യുന്നത് വളരെ ചെറിയ എമൗണ്ടിലുള്ള ഒരു ഫോഴ്സൊക്കെ ആണെങ്കിൽ
the motion of the block can be assumed to be simple harmonic. അതായത് ഈ ആംപ്ലിറ്റ്യൂഡ് കുറവാണെങ്കിൽ we can assume it to be executing a simple harmonic motion. സോ അങ്ങനെ പറയാൻ കാര്യം, അങ്ങനെ ഓസിലേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് സ്പ്രിങ് ഈസ് ഹാവിങ് എ റെസ്റ്റോറിങ് ഫോഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ഹുക്സ് ലോ. ദ റെസ്റ്റോറിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ. ഓക്കെ, അതിന് ഹുക്സ് ലോ പറയുന്നത് കെനെ നമ്മൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം മാസ് എമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓൺലി സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? -kx ആണ് അതിൻ്റെ റെസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ അത് കാരണം ഇത് മൂവ് ചെയ്യുന്നു, ബ്ലോക്ക് മൂവ് ചെയ്യുന്നു. സോ ബ്ലോക്കിൻ്റെ മാസ് ഇൻറ്റു ബ്ലോക്കിൻ്റെ ആക്സലറേഷൻ. റൈറ്റ് സൈഡിലേക്ക് പുള്ള് ചെയ്യുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യും, ടു ആൻഡ് ഫ്രോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആ സമയത്തുള്ള ആക്സലറേഷനാണ് mx_. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -kx. ഓക്കെ, സോ സ്പ്രിങ്ങിൻ്റെ ഈ മൈനസ് സൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാണ് വലിക്കുന്നതെങ്കിൽ സ്പ്രിങ്ങിൻ്റെ റെസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. അതുപോലെ സ്പ്രിങ് ഇതിനെ വലിച്ച് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റെസ്റ്റോറിങ് ഫോഴ്സ് ഓപ്പോസിറ്റ് സൈഡായിരിക്കും. ഓക്കെ, എപ്പോഴും റെസ്റ്റോറിങ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷനോ മോഷൻ എഴുതാം. ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ x_. = -k/m x എന്ന് വരും. അതിന് -k/m ഇങ്ങോട്ട് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം ഇക്വേഷൻ ലൈക്ക് ദിസ്. അതിൽ k/m നമുക്ക് ω² എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ω = √k/m എന്ന് കൊടുക്കാം. സോ ഇറ്റ് ഈസ് കോൾഡ് ആംഗുലാർ ഫ്രീക്വൻസി. സോറി, ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആംഗുലാർ ഫ്രീക്വൻസി. Now in terms of omega we can write down the equation. ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം എങ്ങനെ? x_+ ω² x = 0. So this is an equation, standard form of an equation for a simple harmonic motion. Even if ഇതൊരു സ്പ്രിങ് മോഷൻ അല്ല എങ്കിൽ പോലും സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഇതേ ഫോർമാറ്റിലാണ് വരിക. ഓക്കെ, ആൻഡ് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ്റെ ജനറൽ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. a sin ωt + b cos ωt, വേർ a and b are കോൺസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ടു ബി ഫൗണ്ട് യൂസിങ് ദി ഇനീഷ്യൽ കണ്ടീഷൻ. ആ ഓസിലേറ്ററിൻ്റെ തുടക്കത്തിലുള്ള അതിൻ്റെ കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട കോൺസ്റ്റൻസ് ആണ് a and b. ഓക്കെ, അപ്പോൾ x എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ. സോ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വയ്ക്കുക, എക്സ് വേഴ്സസ് ടൈമിനനുസരിച്ച് ഈ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സം സൈനസോയിഡൽ ഓസിലേഷൻ. ഓക്കെ, അപ്പം അതാണ് ഇപ്പം ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ടു റൈറ്റ് ഓർ യു മസ്റ്റ് ബി ഏബിൾ ടു റൈറ്റ് എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഓക്കെ, എക്സ് അവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ടൈം എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ്. സോ ടൈമിനനുസരിച്ച് ഇതെങ്ങനെ വേരി ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, സോ ഇറ്റ്സ് എ സൊല്യൂഷൻ ഈസ് എ സൈനുസോയിഡൽ solution, or it is a sinusoidally oscillating solution. Okay, so this is the general form of simple harmonic motion, irrespective of the kind of system you choose. Hope you understood the concept of friction as well as simple harmonic motion, and also the standard form of equations of motion for simple harmonic motion. Thank you.